നമസ്കാരം. നമ്മുടെ ഭരണഘടന നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വിഷയം അവതരിപ്പിക്കാൻ പോകുന്നത്. ശാസ്ത്ര അഭിരുചിയും മാനവികതയും അന്വേഷണത്വരയും പരിഷ്കരണ ബോധവും വളർത്തുക എന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും കടമയാണ്. ആർട്ടിക്കിൾ 51AH ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിഷയത്തിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും, ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ള എന്തോ സാധനമാണെന്ന്. ടെക്നിക്കലായിട്ടൊന്നുമില്ല. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന, നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ പ്ലസിബോ പ്രതിഭാസം എന്ന് പറയുന്നത്. പ്ലസിബോ പ്രതിഭാസം എങ്ങനെ, എന്ത്, ഏതൊക്കെ മേഖലകളിൽ എന്നാണ് ഞാനൊരു വളരെ ചുരുക്കിയിട്ട്, തീരെ ടെക്നിക്കൽ അല്ലാതെ കുറച്ചു സിമ്പിളായിട്ട് അവതരിപ്പിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഈ പ്ലസിബോ എന്ന് ടെക്നിക്കലി പറയുന്നതിന് മുമ്പ് നമുക്കൊരു കഥ പറയാം. നിങ്ങളെല്ലാവരും A.T. കോവൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എബ്രഹാം ടി കോവൂർ, ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനും യുക്തിവാദിയുമായിരുന്ന A.T. കോവൂർ. A.T. കോവൂറിൻ്റെ തിരഞ്ഞെടുത്ത കഥകളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എനിക്കിവിടെ ആദ്യം പറയാനുള്ളത്. ഒരു അനുഭവ കഥ. കോവൂരും കോവൂരിൻ്റെ സഹോദരൻ ബഹനാൻ കോവൂരും കൂടെ കൽക്കട്ടയിൽ പഠിക്കാൻ പോകുന്ന കാലം. ഇവർ രണ്ടുപേരും പോകുന്ന സമയത്ത് വളരെ പഴയ കാലഘട്ടത്തിലായതുകൊണ്ട് ഈ ഹോസ്പിറ്റൽസും അങ്ങനത്തൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. മന്ത്രവാദവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഗംഗാജലം എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗംഗയിലൊക്കെ വാരണാസിയിലോ അല്ലെങ്കിൽ ഗംഗാതീരത്തൊക്കെ പോകുകയെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പണ്ട് നാട്ടുകാർക്കൊന്നും ഈ ഗംഗാജലം എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായിട്ടുള്ളൊരു സാധനമാണ്. കിട്ടാനേ ഇല്ലാത്ത, വളരെ കുറച്ച് പേർക്ക് മാത്രം ആക്സസ് ഉള്ള, പണമുള്ള ആൾക്കാർക്ക് ആക്സസ് ഉള്ളൊരു സാധനമാണ് ഗംഗാജലം. ഈ ഗംഗാജലത്തിനാണ് കഥ തുടങ്ങുന്നത്. കോവൂരിൻ്റെ അയൽവാസികളായ നായർ കുടുംബങ്ങൾ പഠനത്തിന് കൽക്കട്ടയിലോട്ട് പോകുന്ന സമയത്ത് ഇവരോട്, കോവൂരിനോട് പറഞ്ഞു, ബ്രദറിനോടും പറഞ്ഞു, കുറച്ച് ഗംഗാജലം കൊണ്ടുതരണം. അപ്പോൾ ഈ ഗംഗാജലം എന്തിനാ? ഗംഗാജലത്തിൻ്റെ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഫലസിദ്ധികൾ അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങനെ പല രീതിയിലും പലതരത്തിലുള്ള രോഗങ്ങൾ മാറ്റും, ആശങ്കകളകറ്റും, ഒരുപാട് ഗുണങ്ങളുള്ള ദിവ്യ ഔഷധമാണ്, ഒറ്റമൂലി എന്നൊക്കെ പറയുന്ന രീതിയിൽ. അങ്ങനെ ഇവർ പഠിത്തമൊക്കെ കഴിഞ്ഞ് വർഷാവർഷം വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, അതിനു മുമ്പ് ഗംഗയിൽ ഇങ്ങനെ ഒരു ദിവസം പോയി കുളിക്കാനിടയായി കോവൂർ. അങ്ങനെ കുളിക്കാനിടയായിരുന്നൊരു സന്ദർഭത്തിലാണ് ഒരു ചീഞ്ഞളിഞ്ഞ മനുഷ്യൻ്റെ ശരീരത്തിന് കൈ. അന്നല്ല, ഇന്നും നിയമം വിരുദ്ധമാണെങ്കിൽ കൂടെയും ഒട്ടുമിക്ക അവിടെയുള്ള പല ഹിന്ദുക്കളും അവരുടെ ബന്ധുക്കളുടെ, അച്ഛൻ്റെ, അമ്മയുടെ, സഹോദരൻ്റെയൊക്കെ മൃതശരീരങ്ങൾ ഗംഗയിൽ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയുണ്ട്. ചീഞ്ഞളിഞ്ഞ ഈ ശവശരീരം കോവൂർ മുങ്ങിക്കുളിച്ചപ്പോൾ തലയിൽ വന്ന് തട്ടുകയും അറപ്പോടുകൂടി 2-3 ദിവസം കഴിച്ചു കൂട്ടുകയും ചെയ്തതിൻ്റെ ഒരു ബലത്തിൽ കോവൂരും ബ്രദറും കൂടെ തീരുമാനിച്ചു, ഇവർക്ക് ഈ ഗംഗയിലെ വൃത്തികെട്ട വെള്ളം എൻ്റെ അയൽവാസികൾക്ക് ഞാൻ കൊണ്ടു കൊടുക്കില്ല, ഒരു കാരണവശാലും കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല. ഇവരെന്ത് ചെയ്തു? ഇവർ കൊട്ടാരക്കര, തിരുവല്ല അവരെ വീട്, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടുത്തെ പൈപ്പിൽ നിന്ന് 2 കുപ്പി വെള്ളം നിറച്ചു. 2 കുപ്പി വെള്ളം നിറച്ചിട്ട് ഇതും കൊണ്ടു കൊടുക്കാം. ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡ് കാണുന്ന പോലെ, എൻ്റെ നല്ലവരായ ആൾക്കാർക്ക് ഇത് ഞാൻ ഒരു തുള്ളി പോലും കൊണ്ടു ചെന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ ഞാനും ബഹനാനും കൂടി ഒരു വിദ്യ കണ്ടുപിടിച്ചു. കിണറിൽ നിന്നെടുത്ത്, ഇപ്പോൾ കിണറിൽ നിന്നല്ല എടുക്കുന്നവർ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ കുപ്പിയിൽ നിന്നാണ്. അങ്ങനെ വീട്ടിൽ ക്രിസ്ത്യാനിയായ അമ്മക്കും ബാക്കി അയൽവാസികളായ നായർ സമുദായത്തിൽ, ഞാൻ സ്പെസിഫിക്കായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ആ പ്രത്യേക സമുദായത്തിലെ ആൾക്കാർ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ കൂടുതൽ കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നായർ എന്ന് ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ ഒരു പാർട്ടാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. അവിടെ കൊണ്ടു കൊടുത്തു. ഈ തീർത്ഥം എല്ലാവർക്കും കൊടുക്കൂ, എന്നിട്ട് തീർത്ഥത്തിലെ പങ്കെല്ലാവരും പറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യവും തീർത്ഥം കൊടുക്കുമ്പോഴും നാട്ടുകാരും വീട്ടുകാരും അത്ഭുത കഥകൾ പറയുക, അതായത് രോഗശാന്തിയുടെ കഥകൾ ഇവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് മാറി, ഇത് മാറി, തലവേദന മാറി, ഗർഭത്തിൻ്റെ വയ്യായികൾ മാറി.
കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾക്ക് യാതൊരു വൈദ്യസഹായം വേണ്ടി വന്നിട്ടില്ല. പുത്തൂർ രാമൻ നായർ പറഞ്ഞു, പുസ്തകത്തിലെ ഭാഗമാണേ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പല പ്രാവശ്യം എൻ്റെ അമ്മക്ക് വയറിളക്കമുണ്ടായി. 1 സ്പൂൺ തേനിൽ 2 തുള്ളി തീർത്ഥം ചേർത്ത് കൊടുത്തേ ഉള്ളൂ. 3 മണിക്കൂറിനകം അസുഖം മാറി. എന്ത് വെച്ചിട്ടാണ് മാറിയത്? കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെ പൈപ്പിലെ വെള്ളം. വേറെയും ടെസ്റ്റിമോണീസ്, വേറെയും മറ്റു പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു. എൻ്റെ മകൾക്ക് ജലദോഷമോ പണിയോ ഉണ്ടായാൽ ഞാൻ ഉടനെ 1 തുള്ളി തീർത്ഥം കൊടുക്കും. ഉടനെ അത് മാറുകയും ചെയ്യും. 3 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഗർഭം അലസിപ്പോയതിനെ തുടർന്ന് കൂടെ എനിക്ക് തലവേദന വരിക പതിവായിരുന്നു. തലവേദന തുടങ്ങുമ്പോൾ 1 തുള്ളി തീർത്ഥം നെറ്റിയിൽ തൊട്ടാൽ മതി, അതുടനെ മാറും. അഥവാ തലവേദന മാറിയില്ലെങ്കിൽ തന്നെ അത് താരതമ്യേന നിസ്സാരമായിരിക്കുകയും ചെയ്യും. 2 പ്രസവങ്ങൾക്ക് വളരെ വിഷമിക്കേണ്ടി വന്ന വെട്ടുവേലിൽ പാറക്കുട്ടിക്ക് 3ാമത്തെ പ്രസവത്തിന് യാതൊരു അരിഷ്ടതയും ഉണ്ടായിട്ടില്ല. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെ വെള്ളം. ഇനി നമുക്ക് പ്ലസീബോയിലേക്ക് വരാം. ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രോഗശാന്തി ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവർ മരുന്ന് കഴിച്ചിട്ടാണോ? അല്ല. തേന് കഴിച്ചിട്ടാണോ? അതുമല്ല. എന്താ? ഈ വെള്ളമാണ്. വെള്ളത്തിനെന്താ പ്രത്യേകത? പൈപ്പ് വെള്ളം. ഇവിടെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും വളരെ വിസ്മയകരവും ശാസ്ത്രത്തിന് ഇന്നും കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഭാസത്തിൻ്റെ കാര്യം കടന്നു വരുന്നത്. അതാണ് പ്ലസിബോ. രോഗത്തിനോ മറ്റ് ശാരീരിക വൈഷമ്യങ്ങൾക്കോ ശരിയായ ചികിത്സക്ക് പകരം ചികിത്സയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ചെയ്ത് രോഗിയെ കബളിപ്പിക്കുന്നതിനെയാണ് പ്ലസിബോ എന്ന് പറയുന്നത്. അറിയാതെയെങ്കിലും കോവൂരും ബഹനാനും ചെയ്തത് ഒരു പ്ലസിബോ അവരുടെ അയൽക്കാർക്കും അമ്മക്കും കൊണ്ടുകൊടുത്തു എന്നുള്ളതാണ്. ഒരുപാട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കോവൂര് പറഞ്ഞാൽ ഒരു യുക്തിവാദി അയാളുടെ അവകാശത്തിന് വേണ്ടി അവകാശവാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗംഗാജലത്തിൻ്റെ പുണ്യം ഉണ്ട്, അത് ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അയാൾ എഴുതി വെച്ചൊരു അവകാശവാദം മാത്രമല്ലേ? അല്ല. മെഡിക്കൽ സയൻസ് തന്നെ ഒരുപാട് റിസർച്ചസിൽ തെളിയിച്ചിട്ടുള്ളതാണ് പ്ലസിബോ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് വഴിയെ ഞാൻ അങ്ങോട്ട് വരാം. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഒരു പ്ലസിബോ പ്രതിഭാസമാണ് സെക്കൻഡ് വേൾഡ് വാർ 38 മുതൽ 45 വരെ നടന്ന സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്കൻ പട്ടാളക്കാർ പരിക്ക് പറ്റിയ അമേരിക്കൻ പട്ടാളക്കാർക്ക് മോർഫിൻ, അന്നൊന്നും മറ്റു തരത്തിലുള്ള വേദനാ സംഹാരികളൊന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ മോർഫിൻ കൊടുത്ത് തീർന്നുപോയി. വെടിയുണ്ട കൊണ്ടും ഷെല്ലിൻ്റെ ചീള് കൊണ്ടും മുറിഞ്ഞ് പരിക്ക് പറ്റി വേദന കൊണ്ട് നിലവിളിക്കുന്ന പട്ടാളക്കാർക്ക് മോർഫിൻ തീർന്നുപോയി. അങ്ങനെ ഡോക്ടർ ഹെൻറി ബീച്ചർ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു ഒരിക്കൽ പട്ടാളത്തിൻ്റെ റെസ്ക്യൂ ക്യാമ്പിൽ. ഈ ഹെൻറി ബീച്ചർ എന്ത് ചെയ്തു? മരുന്ന് തീർന്നു, രക്ഷയില്ല, പട്ടാളക്കാർ നിലവിളി, മരുന്ന് വേണം, പ്രശ്നമാണ്. അയാൾ എന്ത് ചെയ്തു? അയാൾ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് മരുന്നാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തു. എന്താ കൊടുത്തത്? ഡിസ്റ്റിൽഡ് വാട്ടർ. അതായത് നമ്മൾ ഡ്രിപ്പൊക്കെ ഇടൂലേ, നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം, അത് സലൈൻ വാട്ടറാണ്, ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതാണ് മോർഫീനാന്ന് പറഞ്ഞ് കൊടുത്തത്. നിലവിളിയിലും പരവേശത്തിലും ആയതുകൊണ്ട് ആരും എന്ത് മരുന്ന് അങ്ങനെയൊന്നും കൊടുക്കുന്നത് നോർമലി നമ്മൾ നോക്കാറില്ല. 40% പട്ടാളക്കാർക്ക് വേദന ഇമ്മീഡിയറ്റ്ലി മാറി. പ്ലസിബോ. ഇനി മറ്റൊരു കഥ പറയാം. അമേരിക്കയിൽ തന്നെ നടന്ന ഇന്ത്യയിലില്ല എന്നല്ല, ഇത് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ചില കാര്യങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഞാൻ എടുക്കുന്നത്. അമേരിക്കയിൽ നടന്ന തന്നെ ഒരു കഥയാണ് മിസ്റ്റർ റൈറ്റിൻ്റെ കഥ. മിസ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ലിംഫോസാർക്കോമ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ അടിമയായിരുന്നു. ലിംഫോസാർക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫാറ്റിക് ഗ്ലാൻസിൽ, കക്ഷത്തിൽ, തുടയിടുക്കിൽ ഒക്കെ ഈ ലിംഫാറ്റിക് ഗ്ലാൻസ് മുഴച്ച് വലുതായി ക്യാൻസറായി നിൽക്കുന്നൊരവസ്ഥ. നെഞ്ചിൽ നീര് കെട്ടിയിരിക്കുന്നു, 2 ഭാഗത്തും ക്രിക്കറ്റ് ബോളിൻ്റെ വലുപ്പമുള്ള മുഴകൾ, വളരെ പെയിനിൽ നിൽക്കുന്ന ഒരു രോഗി. 1957 കേസാണ്. കീമോതെറാപ്പിയൊക്കെ തുടങ്ങി വരുന്ന കാലം. കീമോതെറാപ്പി മരുന്നുകൾ ഇപ്പോഴും ഓരോ തരത്തിലുള്ള കീമോതെറാപ്പികൾ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള ഒരു മരുന്നിൻ്റെ പേരായിരുന്നു ക്രെബിയോസൻ. ഈ ക്രെബിയോസൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ക്രെബിയോസനെ കുറിച്ച് ഈ മിസ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞ രോഗി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഡോക്ടറെ ഇത് കിട്ടാൻ എന്താ വഴിയുണ്ടോ, ഇത് കിട്ടിയാൽ മാറും എന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഇത് വളരെ ടെർമിനലായിട്ടുള്ള മരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ പരീക്ഷണ രീതി കൊടുക്കുള്ളൂ, പരീക്ഷണ ദശയിലുള്ള സാധനമാണ്, അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല.
ഇയാൾ വാശി പിടിച്ചു. അങ്ങനെ ഡോക്ടർ ഇയാൾ ടെർമിനലാന്ന് ഇതാക്കിക്കൊണ്ട് ഇയാൾക്ക് ക്രെബിയോസിൻ കൊടുത്തു. ഓർക്കണം, ഇത് പരീക്ഷണ ദശയിലുള്ള ഇതാണ്, മരുന്നാണ്. ഒരു വെള്ളിയാഴ്ച കൊടുത്തത്. വെള്ളിയാഴ്ചയും മരുന്ന് കൊടുത്ത് ഡോക്ടർക്ക് യാതൊരു രക്ഷയില്ല. ഇയാൾ അത്രക്കധികം, അത് നെഞ്ചിൽ ക്യാൻസർ എല്ലായിടത്തും പടർന്നു കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ക്യാൻസർ പടർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെബിയോസിൻ അങ്ങ് കൊടുക്കാം, ഡോക്ടർ അങ്ങ് തീരുമാനിച്ചു. ക്രെബിയോസിൻ കൊടുത്തു. ഇയാൾ തിങ്കളാഴ്ച വന്ന് റൗണ്ട്സിന് വന്നപ്പോഴാണ് കാണുന്നത് ഈ മനുഷ്യൻ മിസ്റ്റർ റൈറ്റ് ലോബിയിലോട്ട് നടന്നു കളിക്കുന്നു. ആൾക്കാരോട് കുശലം പറയുന്നു. ക്യാൻസറിൻ്റെ മുഴ പകുതിയോളം ചുരുങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പം മൊത്തമായിട്ട് ഇല്ലാണ്ടായി. എന്താ സംഭവം? ഈ രോഗിക്ക് ഈ മരുന്നിനോടുള്ള മറ്റുള്ളവർ പറഞ്ഞ് ഉണ്ടാക്കിയ വിശ്വാസത്തിൽ നിന്ന് വന്ന സെൽഫ് ഹീലിംഗ്. അതിന് ചില ആൾക്കാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ പ്ലസിബോ എന്ന് പറയുന്ന സാധനം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വൻ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ അത്ഭുതം സംഭവിച്ചൊരു കേസാണ് ക്രെബിയോസിൻ്റെത്. എന്നിട്ടോ മാറി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ക്രെബിയോസിൻ്റെ വേറൊരു വേർഷൻ വരുന്നതായിട്ട് ഇങ്ങനെ ശ്രദ്ധപ്പെട്ടു. ഇയാൾ കേട്ടു. അപ്പോൾ മനസ്സിലായത് ഞാൻ ഇതുവരെ കഴിച്ച ക്രെബിയോസിൻ്റെ എഫക്റ്റ് അത്ര ഇല്ലല്ലോ. ഉടനെ അയാൾക്ക് എന്ത് പറ്റി? വിത്തിൻ ഒരു 2 ദിവസത്തിനുള്ളിൽ അയാളുടെ ക്യാൻസർ തിരിച്ചു വന്നു. ഇത്തിരി അവിശ്വസനീയമായിട്ട് തോന്നാം, പക്ഷെ ഇതൊക്കെ റെക്കോർഡഡാണ്, റെഫറൻസസ് അവൈലബിളുമാണ്. തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഡോക്ടർക്ക് പിന്നെയും പ്രശ്നമായി. ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ക്രെബിയോസിന് ഉപയോഗിക്കേണ്ടെന്നൊരു ഇൻസൈഡ് തീരുമാനം FDA, ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ക്രെബിയോസിനാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്ത കൂടിയ ഡോസുള്ള ക്രെബിയോസിനാന്ന് പറഞ്ഞ് പിന്നെ കൊടുത്തത് ഈ നേരത്തെ പറഞ്ഞ ഡിസ്റ്റിൽഡ് വാട്ടറായിരുന്നു. നല്ലോണം അടിച്ചു കെട്ടി കൊടുത്തു. അഗെയിൻ ഇയാളുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യം പിന്നെയും സംഭവിച്ചു. എന്താ സംഭവിച്ചത്? പിന്നെയും പോയി രോഗം. അയാൾ പിന്നെയും ഉഷാറായി നടക്കാൻ തുടങ്ങി. പക്ഷേ 3 മാസത്തിന് ശേഷം ഇയാൾ സ്വന്തം ജോലികളൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഇയാൾ 3 മാസത്തിന് ശേഷം അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഡിക്ലെയർ ചെയ്തു, ഈ ക്രെബിയോസിന് ഒന്നിനും കൊള്ളില്ല, ഈ മരുന്ന് കൊണ്ട് കീമോതെറാപ്പിക്ക് ഒരു ഗുണവുമില്ല. കൃത്യം 2ാമത്തെ ദിവസം ഈ മിസ്റ്റർ റൈറ്റ് മരിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഈ റൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. രോഗം മാറുന്നു, രോഗം തിരിച്ചു വരുന്നു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട സാധനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നൊസീബോ എഫക്റ്റ്. നമ്മൾ പലർക്കും ഈ നൊസീബോ എഫക്റ്റും പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവായിട്ട് കാര്യങ്ങൾ അടിക്കുമ്പോൾ, നെഗറ്റീവായിട്ട് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് പനി വരും, തലവേദന വരും, മൂക്കൊലിപ്പ് വരും, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ശരിക്കും ഒന്ന് നമ്മൾ അവലോകനം ചെയ്ത് നോക്കിയാൽ, വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവലോകനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ നമ്മുടെ ശാരീരിക അവസ്ഥയും ഡയറക്റ്റായിട്ട് ലിങ്ക്ഡാണെന്ന് നമുക്ക് മനസ്സിലാവും. അഗെയിൻ അടുത്ത് എഴുതിയിരിക്കുന്ന ഹെക്സ്ഡ് ട്രിപ്പിൾസ് എന്നാണ്. അത് ഈ ടെർമിനോളജി ഞാൻ അങ്ങനെ തന്നെ ഇട്ടതാണ്, കാരണം അതിൻ്റെ മലയാളം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇട്ടത്. 1920കളിൽ സംഭവിച്ചൊരു കേസാണത്. 3 പെൺകുട്ടികൾ, ട്രിപ്ലെറ്റ്സ്, ഒരൊറ്റ പ്രസവത്തിലുണ്ടായ 3 പെൺകുട്ടികൾ. പക്ഷേ അവർ ജനിച്ച ദിവസം ഫ്രൈഡേ 13th ആയിരുന്നു. അന്നൊക്കെ വയറ്റാട്ടിയാണ്. അമേരിക്കയിലും വയറ്റാട്ടിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിഡ് വൈഫ് വന്നിട്ട് പ്രസവം എടുത്ത് പോയ സമയത്ത് പറഞ്ഞു, നിങ്ങൾ ശപിക്കപ്പെട്ടവരെ പിള്ളേരാണ്. അതായത് നിങ്ങൾ വളരെ നിങ്ങൾക്ക് എന്താ പറയുക, വിച്ചാണ് നിങ്ങൾ ഈ സമൂഹത്തിനും ഈ അച്ഛനും അമ്മക്കും വേണ്ടാത്തവരാണ്. മിഡ് വൈഫ് വേറൊന്നും കൂടെ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ. ആദ്യത്തെ ആൾ 16ാമത്തെ വയസ്സിലും, 2ാമത്തെ ആൾ 21ാമത്തെ വയസ്സിലും, 3ാമത്തെ ആൾ 23ാമത്തെ വയസ്സിലും മരിക്കും. പിള്ളേർ ചെറുപ്പത്തിൽ കുറച്ചുകൂടെ വളർന്നു വരുമ്പം ഈ കഥകളൊക്കെ കേട്ടു. നിങ്ങൾ ശപിക്കപ്പെട്ട പിള്ളേരാണ്, ശാപം കിട്ടിയ പിള്ളേരാണ്, നിങ്ങൾ ഇത്ര വയസ്സിനുള്ളിൽ മരിക്കും. ഇവരെ മനസ്സ് കൺട്രോൾ ചെയ്തിരുന്നു. കൃത്യമായി 16ാമത്തെ ബർത്ത്ഡേയുടെ പിറന്നാളിൻ്റെ തലേ ദിവസം ആദ്യത്തെ കുട്ടി മരിച്ചു. അഗെയിൻ കൃത്യമായി 21ാമത്തെ പിറന്നാളിൻ്റെ തലേ ദിവസം 2ാമത്തെ കുട്ടിയും മരിച്ചു. 3ാമത്തെ കുട്ടിയുടെ കാര്യം രസമാണ്. ആൾക്ക് സഹോദരിമാർ 2 പേരും പോയപ്പോൾ ആൾ തീരുമാനിച്ചു, ഞാൻ മരിക്കാൻ തയ്യാറാവില്ല, എന്തു വന്നാലും ഞാൻ രക്ഷപ്പെടും. ആൾ
തലേന്ന് തന്നെ നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഭയങ്കര വേർപ്പും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. ഡോക്ടറെ എന്നെ എങ്ങനെ രക്ഷിക്കണം, എനിക്ക് വിധിയെ മറത്തി കടന്നേ പറ്റൂ. പക്ഷേ ആ കുട്ടിയും മരിച്ചു. എന്താ സംഭവിച്ചത്? സാധാരണക്കാർ പറയും വിധി, ദൈവവിധി അല്ലേ. തലേ വരച്ചത് എത്ര തൂത്താലും പോവില്ല. അതുമായിരുന്നില്ല. അഗെയിൻ ഇവിടെ പ്രവർത്തിച്ചത് നൊസിബോ ആയിരുന്നു. പ്ലസിബോയുടെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്ത് സംഭവിക്കും, പ്രതികൂലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ. പിന്നെ നമ്മളൊക്കെ ഒരു രസമുള്ള ഒരു വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ അടുത്ത് മൊബൈൽ ഫോണിൻ്റെ ഹൈപ്പർ സെൻസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റഡി നടന്നായിരുന്നു. അതിൽ പറയുന്നൊരു കാര്യം, നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പേടിക്കുന്നൊരു കാര്യമാണ്. എന്താ? പോക്കറ്റിലിടാൻ മറിക്കും, ചിലർ പാൻറ്റിൻ്റെ പോക്കറ്റിലിടാൻ മറിക്കും അല്ലേ. ചില ആൾക്കാർ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ മൊബൈൽ ഫോൺ ചെവിയിൽ വെക്കുക. എന്താ പ്രശ്നം? ക്യാൻസർ വരും, ബ്രെയിനിന് ഡാമേജ് വരും, ഹാർട്ടിന് പ്രോബ്ലം വരും, പ്രത്യുൽപാദന ശേഷി ഇല്ലാണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യാണ്ടിരിക്കും. ആ ഒരു പേടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഇതിലൊരു ഒരു സ്റ്റഡി നടന്നായിരുന്നു. അതിൽ ഒരു വെളിപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ജീവിക്കുന്ന, അതായത് ഇങ്ങനെയുള്ളതുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള രോഗവിവരങ്ങൾ വായിക്കുകയോ കാണിക്കുകയോ ചെയ്താൽ തലവേദന, തലചുറ്റൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളതായി അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെന്താ കാണാതെ പോകുന്നത്? നിങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നും, നമ്മളെന്താ കാണാതെ പോകുന്നത്? നമ്മുടെ ലൈഫിലും വളരെ കൃത്യമായിട്ട് പ്ലസിബോയും നോസിബോയും വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ട് വസ്തുതാപരമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തി നോക്കിയാൽ, നമ്മളെ സ്വഭാവത്തിൻ്റെയും നമ്മളെ രോഗത്തിൻ്റെയും അവസ്ഥകളൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്കും പ്ലസിബോ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനെന്തിനാ ഇപ്പോൾ ഈ പ്ലസിബോവും ഇതൊക്കെ എന്തിനാ ഇവിടെ പറയേണ്ട കാര്യം? അതാണ് അടുത്തൊരു പോയിന്റ്. പ്ലസിബോ പ്രതിഭാസം കൃത്യമായി എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ ശാസ്ത്രത്തിനായിട്ടില്ല എങ്കിലും ശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ. എന്തിനാണെന്നറിയോ? പുതിയ മരുന്നുകൾ ഉണ്ടാക്കി അപ്രൂവ് ചെയ്യുമ്പോൾ, മരുന്നുണ്ടാക്കി അപ്രൂവ് ചെയ്യുമ്പോൾ പ്ലസിബോ എങ്ങനെ വരിക? ഇത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. RCT ട്രയൽ എന്ന് പറയും, റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയും. പക്ഷേ ഇത് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയലിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാനിവിടെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ തീരാണ്ട് പോകും. അപ്പോൾ ഞാനൊരു വളരെ ചുരുക്കിയിട്ട് അതിൻ്റെ സമ്മറി മാത്രം പറയാം. 2 ഗ്രൂപ്പാക്കി തിരിക്കും. ഈ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിനൊക്കെ മറ്റു പ്രൊസീജിയറുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. സെലക്ട് ചെയ്ത് 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. ഈ 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒരു കൂട്ടർക്ക് കൃത്യമായിട്ട് നമുക്ക് ആ പരീക്ഷിക്കേണ്ട മരുന്ന് തന്നെ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു 10 പേരാളുള്ളതെന്ന് വെച്ചോ, ആ 10 പേർക്കും മരുന്ന് തന്നെ കൊടുക്കും. മറ്റേ കൂട്ടർക്ക് എന്ത് കൊടുക്കും? മരുന്നാണെന്ന് പറഞ്ഞിട്ട് മറ്റെന്തെങ്കിലും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിൽ ഇനേർട്ടായിട്ടുള്ള ആക്റ്റീവ് അല്ലാത്ത ഇൻഗ്രീഡിയൻസുള്ള ഗുളികകളോ ഇഞ്ചെക്ഷൻസോ കൊടുക്കും. ഇതിനകത്ത് ആദ്യത്തെ സെറ്റ് കൊടുത്തത് റിയൽ ആയിട്ടുള്ള ടെസ്റ്റ് മരുന്നുകൾ, മറ്റതിൽ ടെസ്റ്റ് അല്ലാത്ത ഇനേർട്ടായിട്ടുള്ള സാധനങ്ങൾ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം 10ൽ 6 പേര് ഇനേർട്ടായിട്ടുള്ള സാധനം കൊടുത്ത ആൾക്കാർക്ക് ഫലം വന്നുവെങ്കിൽ, അതായത് ആദ്യം കൊടുത്ത മരുന്നിനേക്കാൾ എഫക്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ, പ്ലസിബോയിൽ എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഈ മരുന്ന് അവിടെ ആ ട്രയലിൽ ഫെയിലാവും. അഥവാ പ്ലസിബോയെ ഈ മരുന്നിൻ്റെ എഫക്റ്റ് ആദ്യം ഒറിജിനൽ മരുന്ന് കൊടുത്ത ബാച്ചിലെ ആൾക്കാർക്ക് 10ൽ ഒരു 7 പേർക്കും, പ്ലസിബോ കൊടുത്ത ആൾക്കാർക്ക് 10ൽ 4 പേർക്കുമാണ് രോഗശാന്തി ഉണ്ടായതെങ്കിൽ മറ്റേത് വിജയിക്കും. ഒറിജിനൽ മരുന്ന് കൊടുത്ത ക്ലിനിക്കൽ ട്രയൽ വിജയിക്കും. അതൊരൊറ്റ ക്ലിനിക്കൽ ട്രയലൊന്നുമല്ല, ഒരുപാട് ക്ലിനിക്കൽ ട്രയലുകളിലുള്ള ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ഇത് കൃത്യമായിട്ടും നിർവഹിച്ചിട്ട് ഇതിനെ മരുന്ന് പുറത്തിറക്കാനും അംഗീകാരം കൊടുക്കാനും ഒക്കെ ചെയ്യുന്നത്. അടുത്ത സാധനമാണ് വ്യാജ ശസ്ത്രക്രിയ, അതായത് ഷാം സർജറി. ഷാം എന്ന് പറഞ്ഞാൽ ഫേക്ക് എന്നാണ്. അമേരിക്കയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള സംഭവമാണ് ഈ വ്യാജ ശസ്ത്രക്രിയ. വളരെ സീരിയസ് അല്ലാത്ത ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ആർത്രൈറ്റിസ്, നമ്മളെ മുട്ടുവേദന കൊണ്ട് സഹിക്കുന്ന ഒരു 5-6 വർഷമായിട്ടൊക്കെ സഹിക്കുന്ന രോഗികൾക്ക് ഇവർ ചെയ്യുന്നൊരു തട്ടിപ്പ് പണിയാണിത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? വളരെ രസമുള്ളൊരു കാര്യമാണ്. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഈ സാധാരണ എല്ലാ പ്രൊസീജിയറും കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവർക്ക് അനസ്തീഷ്യ കൊടുക്കും. അനസ്തീഷ്യ എന്ന് വെച്ചാൽ ബോധം കെടുത്തില്ല. പേഷ്യൻറ്റിനെ പ്രത്യേകം ശ്രദ്ധിക്കണം, പേഷ്യൻ്റെ ബോധം കെടുത്തില്ല, പേഷ്യൻ്റെ ബോധ്യം ഉണ്ടാവും. ഒരു മറ വെച്ചിട്ട് സർജറി ചെയ്യുന്ന ഭാഗം മാത്രം പേഷ്യൻ്റ് കാണില്ല.
ഈ സൈഡിൽ ഒരു വീഡിയോ സ്ക്രീനും വെച്ച് കൊടുക്കും. വീഡിയോ സ്ക്രീനിൽ പക്ഷേ ഇവർ കാണുക എന്താ, ഏതെങ്കിലും ഈ മുട്ടിൻ്റെ തന്നെ കൃത്യമായിട്ട് അതേ സർജറിയുടെ മറ്റൊരു വീഡിയോ അവിടെ പ്ലേ ആവും. ഡോക്ടർ അതെടുക്ക്, ഇതെടുക്ക്, ഈ സാധനം എടുക്ക്, ആ സാധനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടും ഡോക്ടർ നഴ്സുമാർ അഭിനയിക്കുകയും ചെയ്യും. എന്നിട്ടോ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് മുട്ടിൽ 2 തുളയിടും. എൻഡോസ്കോപ്പിക് ഉപകരണം, അതായത് നമ്മളെ കീ ഹോൾ ഉപകരണം കയറ്റി വെച്ചു. ഞാൻ അതിനുള്ളിൽ നോക്കി, അതിനുള്ളിലുള്ള പൊടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ചുരണ്ടി മാറ്റി മിനുസമാക്കി ഞാൻ നിങ്ങളുടെ മുട്ട് സെറ്റപ്പാക്കി തന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഡോക്ടർ കൃത്യമായിട്ടും എത്ര 90 മിനിറ്റാണ് സർജറി നീണ്ടുക, അത്രയും മിനിറ്റ് നേരം ഡോക്ടറും നഴ്സുമാരും അഭിനയിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, റെഫർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളതും. അഭിനയിച്ച് ഇയാൾക്ക് തുന്നിക്കെട്ടി മരുന്നൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 90% കേസുകളിലും സംഭവിച്ചത് രോഗി വിശ്വസിച്ചു എനിക്ക് സർജറി നടന്നു, എനിക്കിവിടെ സർജറി നടന്നിട്ടുണ്ട്, എൻ്റെ ഡോക്ടർ എൻ്റെ രോഗം ഭേദമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, രോഗം മാറി. ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി നമുക്കെല്ലാം ഒട്ടുമിക്ക പല രോഗങ്ങൾ, ഇപ്പം സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ഡോക്ടർ ഓടണോ? അങ്ങനല്ല. ചില കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ ആധിക്യത്തിൽ നമ്മുടെ അത്രയും മനസ്സിൻ്റെ ഏറ്റവും സംതൃപ്തിയുടെ ഒരു ഘട്ടത്തിൽ നമ്മളെ ഹീൽ ചെയ്യാനുള്ള എക്സ്ട്രാ കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ ആർത്രൈറ്റിസ് രോഗികൾക്ക് ആർത്രൈറ്റിസ് മാറി 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സർജറി ചെയ്തിട്ടേ ഇല്ല, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. എത്തിക്കലി അത് ശരിയല്ലാത്തതുകൊണ്ട് അമേരിക്കയിൽ അത്തരം സർജറികൾ ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തതാണ് അശാസ്ത്രീയ ചികിത്സകൾ. അതിലേക്ക് ഞാൻ വരാം. അതിനടുത്തതാണ് വിശദീകരിക്കുന്നതിന് മുമ്പ് വിശ്വാസ ചികിത്സകൾ, ആൾദൈവങ്ങൾ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. അശാസ്ത്രീയ ചികിത്സാ രീതികൾ, ഞാനിവിടെ കപടം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളെന്നാണ് ഈ പറഞ്ഞ 4 അല്ല. അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ ഈ ഹോമിയോപ്പതി, അക്യുപഞ്ചർ, വൈദ്യ ചികിത്സ, ഹിജാമ, യുനാനി, സിദ്ധ എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താണ് ശാസ്ത്രീയവും അശാസ്ത്രീയവും? കൃത്യമായിട്ട് തെളിയിക്കപ്പെടാവുന്നതും ഗവേഷണങ്ങൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നതുമാണ് ശാസ്ത്രീയമായത്. മറ്റുള്ളവ എല്ലാത്തിനെയും നമ്മൾ അശാസ്ത്രീയമായി തന്നെ കണക്കാക്കണം. ഉദാഹരണത്തിന് ഇവിടെ ചിലർക്കെങ്കിലും, ഇവൻ യുക്തിവാദികൾ എന്ന് പറയുന്നവരിൽ പോലും ഹോമിയോപ്പതിൻ്റെ ഫാൻസ് ഇവിടെ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷെ ഞാൻ പറയുന്നു ഹോമിയോപ്പതി ശുദ്ധ തട്ടിപ്പാണ്. പ്ലസിബോയെ ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ എന്താ പറയുക, വളരെ കപടമായ ഒരു സംഭവമാണ്. ഹോമിയോപ്പതിയൊക്കെ ഹോമിയോപ്പതിയുടെ കപടതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തീരില്ല, ഒരുപാട് സാധനമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ബാക്കി കുറേ കാര്യങ്ങൾ പറയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹോമിയോപ്പതിയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു സംഭവമാണ് നേർപ്പിക്കും തോറും വീര്യം കൂടും. ഹോമിയോപ്പതി ഇവിടെ ആരെങ്കിലും ഹോമിയോപ്പതി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഹോമിയോപ്പതി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്, നേർപ്പിക്കും തോറും വീര്യം കൂടുന്നു എന്ന് പറയുന്ന തിയറിയോടെ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? ഒന്ന് പറയാമോ? നേർപ്പിക്കും തോറും കെമിസ്ട്രിയുടെ ഒന്ന്. ഞാനൊരു 30 വർഷത്തായിട്ട് ഹോമിയോ ചികിത്സിക്കുന്ന ആളാണ്. ഞാൻ 30-ലധികം വർഷമായിട്ട് ഹോമിയോ ചികിത്സിക്കുന്ന ആളാണ്. ചികിത്സിക്കുന്ന ആളാണോ ചികിത്സ നേടുന്ന ആളാണോ? ഡോക്ടറാണ്. ഞാൻ ഈ തിയറി അറിഞ്ഞുകൊണ്ടാണ് ഹോമിയോ ചികിത്സ തുടങ്ങിയത്. ഹോമിയോ ചികിത്സയ്ക്ക് പ്ലാസ്റ്റിക്കോ എഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ അതാ വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. കെമിസ്ട്രിയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നിയമമല്ലേ ഒരു എന്ത് ലായനി ആയാലും എന്ത് സാധനമായാലും നമ്മൾ നിറപ്പിക്കുമ്പോഴും വീര്യം കുറയുക എന്നുള്ളത്. ഹൗ ഡു യു എക്സ്പ്ലെയിൻ? ആ സംഗതിയിൽ ശാസ്ത്രീയമായിട്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുമുണ്ട്. വാസ്തവത്തിലത് യാതൊരു യാഥാർത്ഥ്യമില്ല. യാഥാർത്ഥ്യമില്ലെന്നാണ് ആ ചികിത്സാ രീതി തെറ്റാണ്. പക്ഷേ നിങ്ങൾ ആദ്യം പറഞ്ഞ പ്ലാസിബോ എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് സത്യം. എക്സാക്ട്ലി, അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഇപ്പോൾ ഹോമിയോപ്പതി പഠിച്ച ഒരാൾ തന്നെ ഇവിടെ അത് ടെസ്റ്റിഫൈ ചെയ്തിരിക്കുകയാണ്. സന്തോഷമുണ്ട് അങ്ങനെ ഒരു കാര്യം. അത് ശാസ്ത്രീയമായി പഠിക്കാൻ അതിലേക്ക്
എടുത്തു ചാടി അത് പഠിച്ച് അത് തെറ്റാണെന്ന് തന്നെ പറയാൻ കാണിക്കുന്ന ഒരു ആർജവം എന്ന് പറയുന്ന സന്തോഷമുണ്ട്. അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എന്താണെന്നറിയോ, ഹോമിയോപ്പതി നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സൈഡ് ഇഫക്റ്റ് ഇല്ല. സുഖമാണ് കഴിക്കാൻ, മറ്റതിൻ്റെ മണമോ രുചികേടോ ഒന്നുമില്ല. പഞ്ചാര ഗുളിക വെള്ളത്തിൽ അലിയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, 2 തുള്ളി 3 തുള്ളി ഇത്ര ഔൺസിൽ വെള്ളത്തിൽ കുടിക്കുക, ബും കഴിഞ്ഞു. മറ്റു ഗുളിക കഴിക്കാനാണെങ്കിലോ പാടാണ്, പൈസ ചിലവുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ജനപ്രിയതയ്ക്ക് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനസ്സിന് വളരെ മനുഷ്യൻ്റെ ശരീരം പരിണാമപരമായിട്ട് എഞ്ചിനീയർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമോ, വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ്. മനുഷ്യൻ അങ്ങനെയാണ്. നമുക്ക് ഈസി ആയിട്ടുള്ള വഴികളാണ് ഏറ്റവും അധികം ഇഷ്ടം. ഹോമിയോപ്പതി ഒരുപാട് രാജ്യങ്ങൾ, ഞാനത് നിഷേധിക്കുന്നില്ല, ഒരുപാട് രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ ശാഖയാണ് ഹോമിയോപ്പതി. ഓസ്ട്രേലിയയിലൊക്കെ വാണിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു, ഇത് പ്രാക്ടീസ് ചെയ്യരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സൈലൻ്റായിട്ട് കഴിക്കാം, പക്ഷേ പബ്ലിക്കായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുതെന്ന് തന്നെ പറഞ്ഞു. കാരണം എന്താ, ഇതിന് എഫിക്കസി ഇല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രധാന പ്രശ്നം. ഹോമിയോപ്പതിയിലോട്ട് വരുമ്പോൾ ഒരു സിങ്കോണ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. സാമുവൽ ഹാനിമാൻ എന്ന ഡോക്ടറാണല്ലോ ഇത് കണ്ടുപിടിച്ചത്. ഒട്ടുമിക്ക പേർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും ഈ സിങ്കോണയുടെ കഥ. കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മലമ്പനിക്കുള്ള മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ക്യുനൈൻ ഉണ്ടാക്കുന്ന സിങ്കോണ മരത്തിൽ നിന്നുള്ള അതിൻ്റെ സത്ത്. സിങ്കോണയുടെ സത്ത് ഡോക്ടർ ഹാനിമാനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് മലമ്പനിയുടെ എല്ലാ ലക്ഷണങ്ങളും വന്നു. അതിൽ നിന്നാണ് ഹോമിയോപ്പതിയുടെ ഇതിന്ന് ഉറവിടമായിട്ടുള്ള ഒരു തിയറി രൂപപ്പെടുന്നത്. അതായത് ഈ മലമ്പനിയുടെ സിംറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട്, അതായത് രോഗത്തിൻ്റെ സിംറ്റങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആ രോഗത്തിനെ എതിരിടുക എന്നുള്ള തിയറിയിലാണ് ഡോക്ടർ ഹാനിമാൻ ഹോമിയോപ്പതിയുടെ ഒരു ബേസിക്സ് തുടങ്ങി വെക്കുന്നത്. അതായത് സദൃശത്തെ ഭേദപ്പെടുത്തുന്നു എന്നുള്ള ഒരു അടിസ്ഥാന നിയമത്തിലാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അഗെയിൻ പ്ലസിബോ പിന്നെ വേറൊരു ആർഗ്യുമെൻ്റ് വരാം. കുട്ടികളിലെങ്ങനെ പ്ലസിബോ ഫലിക്കുന്നു? പ്ലസിബോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ വിശ്വാസത്തിൻ്റെ സാധനമൊന്നും ഇല്ലല്ലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് ഇത് ഫലിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് പ്ലസിബോ ഫലിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, നല്ല മധുരമുള്ള ഗുളിക. കുട്ടിക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ്. മോനെ നമുക്കൊരു റീഅഷ്യൂറൻസ്. പ്ലസിബോ ഫലിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു രോഗിക്ക് അയാളുടെ എന്താ പറയുക, ബന്ധുക്കളോ കൂടെയുള്ള ആൾക്കാരോ നേഴ്സോ ഡോക്ടറോ കൊടുക്കുന്ന റീഅഷ്യൂറൻസ്, ഉറപ്പ്, രോഗം മാറും എന്ന ഉറപ്പ് പ്ലസിബോ വർക്ക് ചെയ്യാൻ വളരെ സഹായപ്പെടും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ മോൻ്റെ രോഗം മാറിക്കോളും, ഒട്ടനെ മാറും എന്നുള്ള ഒരു സംഭവത്തിലോട്ട് വരും. അപ്പോൾ എന്താ, മധുരമുള്ള ഗുളിക മാറും. പിന്നെ ഒട്ടുമിക്ക ഹോമിയോപ്പതിയിൽ എഫക്റ്റീവാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങളും എന്തൊക്കെയാണെന്നറിയോ? പനി, ജലദോഷം, തലവേദന, മൂക്കടപ്പ്, മുക്കൊലിപ്പ്, ഇതുപോലെയുള്ള വളരെ സമയം കൊണ്ട് തന്നെ മരുന്ന് കൊടുക്കേണ്ടി വരേണ്ടതില്ലാത്ത പല രോഗങ്ങളും സമയം കൊണ്ട് തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ പ്ലസിബോയുടെ ചെറിയ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതിന് എഫക്റ്റ് കാണുകയും ചെയ്യും. ഹോമിയോപ്പതി നടത്തുകയാണ് അക്യുപങ്ക്ചർ. ചൈനയിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സംഭവമാണ് അക്യുപങ്ക്ചർ. അതുപോലെ തന്നെ പ്രഷർ പോയിന്റുകളിൽ നീഡിൽ കുത്തി. ഇത് അക്യുപങ്ക്ചർ മെയിനായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഹോമിയോപ്പതി ആയാലും വലിയ ചികിത്സക്കൊന്നും ചികിത്സിക്കില്ല. ഇപ്പോഴൊക്കെ വന്ന് ക്യാൻസറിനും എയ്ഡ്സിനും വരെ ചികിത്സിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി വലിയ കാര്യങ്ങൾക്കൊന്നും തൊടില്ല. ഇവർ ചികിത്സാ സാധ്യതയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കൈ ഒടിഞ്ഞാലോ മറ്റേ ബ്ലഡ് ക്ലോട്ട് ചെയ്താലോ അല്ലെങ്കിൽ സിവിയറായിട്ട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലൊന്നും ഈ ശാസ്ത്രശാഖയെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ചികിത്സാ സിസ്റ്റത്തെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ അങ്ങോട്ട് പോയില്ല. നേരെ വണ്ടി വിടും മോനെ മെഡിക്കൽ കോളേജിലോട്ട്. ഇതാണ് അവസ്ഥ. അഗെയിൻ അക്യുപങ്ക്ചറിലൊക്കെ പെയിന്, അതുപോലുള്ള ബന്ധപ്പെട്ട പെയിന്, തലവേദന, ശരീരവേദന, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതും കൃത്യമായിട്ട് പ്ലസിബോയെ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത സാധനമാണ് പ്രകൃതി ചികിത്സ. അഗെയിൻ
മോഡേൺ മെഡിസിൻ, ഞാൻ അലോപ്പതി എന്ന് പറയില്ല. അലോപ്പതി എന്ന് പറയുന്നത് സാമുവൽ ഹനിമാൻ മോഡേൺ മെഡിസിനെ കളിയാക്കാൻ ഉപയോഗിച്ചൊരു ടേമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അലോപ്പതി എന്ന് ഞാൻ പറയില്ല. പ്രകൃതി ചികിത്സയിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രകൃതി ചികിത്സ ജീവൻ്റെ ശക്തി എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. ആ ശക്തി നമ്മളിലുണ്ട്, അതാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. ഹോമിയോപ്പതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ രോഗാണു സിദ്ധാന്തമൊന്നും ഹോമിയോപ്പതി അംഗീകരിക്കുന്നില്ല കേട്ടോ. അത് പറയണ്ടല്ല, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ജീവൻ്റെ ശക്തി എന്നുള്ള സിദ്ധാന്തത്തിലാണ്. ശരീരം മൊത്തം ഒരു ഘടകമാണ്, അതിന് മുഴുവനായാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്നാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. പ്രകൃതി ചികിത്സയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നല്ല സുഖമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഉപവാസം കൊണ്ട് ഉപവാസം, ജലചികിത്സ, സൺബാത്ത്, മസാജ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വ്യായാമം, യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണ് ചികിത്സ, ജലചികിത്സ, അതായത് പ്രകൃതി കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഇവിടെയും ഇതുപോലെ രോഗാണു സിദ്ധാന്തങ്ങളെക്കുറിച്ചൊന്നും ഇവർക്കൊന്നും പറയാനോ ചിന്തിക്കാനോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത്, രോഗം മാറുമല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് എടുത്താൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയണ്ട. നമുക്ക് എളുപ്പമായിട്ട് എങ്ങനെ പറയാം, മണ്ണ് പൊത്തിയിട്ടായാലും, മസാജ് കിട്ടിയായാലും, ഉപവാസം ചെയ്താലായാലും, സൺബാത്ത് ചെയ്താലായാലും, വെയിൽ കൊണ്ടായാലും നമുക്ക് രോഗം മാറിയാൽ മതി എന്നുള്ളൊരു ഈസി വഴി മാത്രമേ ഉള്ളൂ. സയൻറ്റിഫിക്കായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് ആൾക്കാരെ നോക്കാറില്ല. അപ്പം ഈ രോഗത്തിൻ്റെ ഇപ്പം ഒരു കളിമൺ തെറാപ്പി ചെയ്യുന്ന ഒരാൾ ഇത് ചെയ്ത് രോഗം മാറും എന്നുള്ള റീഷുറൻസും പിന്നെ പ്ലാസിബോവും കൂടി ആകുമ്പോൾ രോഗം മാറുമെന്ന് ഞാൻ പറയില്ല, മാറിയതായിട്ട് ഒരു തോന്നലെങ്കിലും ഉണ്ടാവും. പിന്നെ പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഫുഡിനോട് ആബ്സ്റ്റിനൻസ് ഫ്രം ഹാംഫുൾ ഫുഡ്, അതായത് നമുക്ക് ശരീരത്തിന് ദോഷം വരുന്ന ഫുഡിനോട് മാറി നിൽക്കുക. പ്രകൃതി ചികിത്സക്കാരൊക്കെ ചെയ്തു നോക്കുന്ന ഒരു വലിയൊരു പണിയുണ്ട് കേട്ടോ. നോസിബോ നമുക്ക് പണി പറ്റിച്ചു തരും പ്രകൃതി ചികിത്സക്കാർ. പൊറോട്ട, പഞ്ചസാര, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അങ്ങനെ കഴിക്കരുത്, ഇതാണ് മൈദ, അങ്ങനെ ഇപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയമാണ് പ്രകൃതി ചികിത്സക്കാർ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യം ഈ പൊറോട്ടയെക്കുറിച്ചും മൈദയെക്കുറിച്ചൊക്കെ പ്രകൃതി ചികിത്സക്കാരുടെ അടുത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇവർ നല്ല പേടിയുണ്ടാക്കി തരും. അതിൽ പ്ലസിബോ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ തന്നെ ഉദാഹരണം. പണ്ട് ഇതുപോലെ ഒരു പ്രകൃതി ചികിത്സ ക്യാമ്പിന് പോയിട്ട് അച്ഛൻ ഈ പൊറോട്ടയെക്കുറിച്ച് കാര്യമായിട്ട് കേട്ടു. ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ പൊറോട്ട കഴിച്ചു. പൊറോട്ടയും സാധാരണ ഈ കുറുമയാണ് കഴിച്ച് അച്ഛന് വർക്ക് ചെയ്ത പ്ലസിബോ അല്ല, നൊസിബോ ആയിരുന്നു. 2 ദിവസം നിൽക്കാതെ വയറിളക്കം, ഗുളിക കഴിച്ചിട്ട് വരെ നിൽക്കുന്നില്ല. കാരണം എന്താ, ഇപ്പോഴാണ് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ ഈ മൈദയോട് വീട്ടിൽ പിന്നെ കുറേ നാൾ മൈദയൊന്നും കിട്ടില്ല, ഭയങ്കര പേടിയാണ്. നമ്മളെ ഒട്ടുമിക്ക ഈ അശാസ്ത്രീയ ചികിത്സാ രീതികളും ശാസ്ത്രങ്ങളും നമ്മളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. മോഡേൺ മെഡിസിൻ അങ്ങനെയല്ല ചെയ്യുന്നത്. മോഡേൺ മെഡിസിൻ അതിൻ്റെ റീസൺസ് കണ്ടെത്തി അതിൻ്റെ പിന്നാലെ പോയി അതിനെ തെറ്റാണെങ്കിൽ, മോഡേൺ മെഡിസിനിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നുകളല്ല പല രോഗങ്ങൾക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളതിങ്ങനെ ഓരോ സമയമായിട്ട് ഇങ്ങനെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതാണ് ഒരു ഇപ്പോൾ പ്രാക്ടീസ്, പ്രത്യേകിച്ചും മുസ്ലിംസിനിടയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഞാനിതൊരു 6-7 മാസം മുമ്പ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. ഹിജാമ തെറാപ്പി. ഈ ഹിജാമ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസെപ്റ്റും ഭയങ്കര അതിരസാട്ടോ. ശരീരത്തിലെ അശുദ്ധ രക്തം എടുത്ത് പുറത്ത് കളയാമെന്നാണ് ഇവരുടെ ഒരു തിയറി. നമ്മളൊക്കെ പെട്ടെന്ന് വിശ്വസിക്കും ശരീരത്തിൽ അശുദ്ധ രക്തമുണ്ട്, നമുക്ക് ശുദ്ധരക്തവും അശുദ്ധ രക്തമുണ്ട്. എന്താ ഇല്ലേ? അശുദ്ധ രക്തമല്ലേ കിഡ്നി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ശുദ്ധരക്തമായിട്ട് നമുക്ക് ബാക്കി പമ്പ് ചെയ്ത് തരുന്നതും. നല്ല ലോജിക്കല്ലേ, നമുക്ക് വേഗം മനസ്സിലാവും. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഈ ഹിജാമ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ വാക്യൂം കപ്പ് ചെയ്തതിന് ശേഷം അവിടെ സൂചി കൊണ്ട് തുളയുണ്ടാക്കി അവിടെ നിന്ന് ബ്ലഡ് വരുത്തി അത് വാക്യൂം ചെയ്ത് കുടിക്കുക. വാക്യൂം സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ ഊറി വരും. കുറേ കഴിയുമ്പം ബ്ലഡിൻ്റെ ക്ലോട്ടിങ് ടൈം ആകുമ്പം ബ്ലഡ് ക്ലോട്ടാകും. അതാണ് ഈ വലത് വശത്ത് കേക്ക് പോലെ ഇരിക്കുന്നത് കണ്ടോ, ആ സാധനമാണ് ബ്ലഡ് ക്ലോട്ടായിട്ടുള്ള ബ്ലഡ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പറയും കണ്ടാ ഇത് ബ്ലഡ് കട്ടായതാണ്, സാധനം കട്ടയായതാണ്, കണ്ടാ അശുദ്ധ രക്തം കട്ട പിടിച്ചങ്ങ് നിൽക്കുക. ഇതിപ്പോൾ നല്ല ബ്രൈറ്റാണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്കാവും സാധനം. ഓക്സിജനും ഇട്ടൊക്കെ പ്രതിപ്രവർത്തിച്ചിട്ട് ഇത് നല്ല കട്ട ഡാർക്കാവും. അപ്പോൾ അശുദ്ധ രക്തമാണ് വന്നിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഈ ഭാഗത്തു നിന്നൊക്കെയാണ് എടുക്കുന്നത്. അശുദ്ധ രക്തം ഞങ്ങൾ പുറത്ത് കളഞ്ഞു,
അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി രോഗശാന്തി ഉണ്ടാവും. എന്തൊക്കെ കിട്ടും രോഗശാന്തി? അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമിയോപ്പതിയുടെ കേസ് പറഞ്ഞ പോലെയുള്ള സാധനം തന്നെ. ശരീരവേദന മുതൽ തലവേദന, പനി, ക്ഷീണം, മാനസിക രോഗങ്ങൾ വരെ എന്താ പറയുക, മനസ്സിന് സൗഖ്യം കിട്ടി, ഉഷാറ് കിട്ടി. ഇതെന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ച കാരണം മലപ്പുറം ഏരിയകളിലും പ്രത്യേകിച്ചും ബ്രിട്ടൻ പോലെയുള്ള ഏരിയകളിലൊക്കെ ഇത്തരം ക്ലിനിക്കുകൾ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം ക്ലിനിക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ പ്രാക്ടീസ് കൂടി വരുന്നു. അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് ബാക്കി സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വരുന്നൊരു അപകടത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അശുദ്ധ രക്തം, ഇനി അഥവാ ബ്ലഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരാളാണ്. ബ്ലഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ഒരു 2 മണിക്കൂറിൽ നമുക്കൊരു ചെറിയൊരു മയക്കം ഉണ്ടാവും, ഒരു കിക്ക്, ആൽക്കഹോൾ തരുന്ന പോലുള്ളൊരു കിക്ക്. അത് വളരെ മൈൽഡായിരിക്കും, ആൽക്കഹോളിൻ്റെ കിക്കിൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല, വളരെ മൈൽഡായിട്ടുള്ളൊരു കിക്ക് ഉണ്ടാവും. ഈ കിക്ക് നമുക്കിങ്ങനെ ഒരു സുഖമായിട്ട് വരും. അതായത് നമ്മൾ ബ്ലഡ് കൊടുത്തതിൻ്റെ തളർച്ചയാണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയതിൻ്റെ തളർച്ചയാണ്. പക്ഷേ നമ്മുടെ ശരീരം അതിനെ സമ്മതിക്കുന്ന എങ്ങനെയാണ്? ഒരു സുഖം, സന്തോഷം. നമ്മളെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും. നമ്മളെ സന്തോഷത്തിൽ രോഗിക്ക് ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ സന്തോഷിക്കുകയാണ്, എനിക്ക് നല്ല സന്തോഷം, മാനസികമായിട്ട് നല്ല ഉല്ലാസം, പിറ്റേ ദിവസം നല്ല എനർജി. ഇതൊക്കെ ഒരു തോന്നലാട്ടോ, പ്ലസിബോ സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു തോന്നലും ആ ഒരു ഉഷാറും ഈ ഒരു കിക്കും സമാധാനവും കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ ഹിജാമ ചെയ്യാൻ പോകണ്ട. മെഡിക്കൽ കോളേജിലോ താലൂക്ക് ആശുപത്രിയിലോ പോയിട്ട് ഓരോ യൂണിറ്റ് ബ്ലഡ് അങ്ങ് കൊടുത്തേക്കുക. ബ്ലഡ് കിട്ടാൻ ഇപ്പോഴും O പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് കൊടുക്കാൻ മടിയാണ്. ഈ കുത്തിക്കളയുന്ന ബ്ലഡ് നിങ്ങൾ അങ്ങനെയെങ്കിലും കൊടുത്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വിശ്വാസവും പ്ലസിബോയും. ദൈവവിശ്വാസം പ്ലസിബോയാണോ? ആണെന്ന് ഞാൻ പറയാം. ദൈവവിശ്വാസം വളരെ കൃത്യമായിട്ടുള്ള പ്ലസിബോ. അഗെയിൻ ഇവിടെ ഒരു പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലസിബോയെ കൃത്യമായി ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അളന്നെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും ദൈവവിശ്വാസവും നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ചെയ്യുന്ന ഒരു പ്ലസിബോ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു ഹിന്ദു, അയാൾ അമ്പലത്തിൽ പോയി അയാൾ കാണുന്ന കാഴ്ച എന്താ? നല്ല ഗന്ധം, കണ്ണിന് ആനന്ദകരമായിട്ടുള്ള വിളക്കിൻ്റെ കളറ്, മണി ശബ്ദം, പൂജാരി തരുന്ന ചന്ദനത്തിൻ്റെ തണുപ്പ്, നടന്ന് കയറുന്ന കല്ലിൻ്റെ തണുപ്പ്, ആകെ കൂടി ഒരു സുഖമുള്ള ഏർപ്പാടാ. അമ്പലത്തിൽ പോകാൻ ഏതിൽ പോയി കഴിഞ്ഞാലും ഈ പ്ലസിബോ വർക്ക്, ഇപ്പം വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ആഞ്ഞൊന്ന് പിടിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്ലസിബോ വർക്ക് ചെയ്യുന്നതോടെ നമ്മളെ മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം തന്നെ വരും. ചിലപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ തലവേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമൊക്കെ വന്ന് ഇതൊക്കെ നമ്മൾ തലവേദനയോ അല്ലെങ്കിൽ ശരീരവേദനയോ മേലുവേദനയോ അല്ലെങ്കിൽ ഈവൻ പനി പോലും മറന്നുപോയ സന്ദർഭങ്ങൾ നമ്മൾ പലർക്കും ഉണ്ടാവാം. എന്തുകൊണ്ടത്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് കൺവിൻസ് ആവുന്ന ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമ്മളത് പോസിറ്റീവായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യും. ഇനി പ്രധാനപ്പെട്ട സാധനത്തിലോട്ട് വരാം. എന്താണ് വിശ്വാസ ചികിത്സ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത മരുന്നുകൾ അല്ലെങ്കിൽ മന്ത്രങ്ങളും പ്രാർത്ഥനകളും മറ്റ് ലൊട്ടിലൊടുക്ക് വിദ്യകളും ഉപയോഗിച്ച് രോഗശാന്തി ഉണ്ടാക്കൽ, കുറഞ്ഞ പക്ഷം അങ്ങനെയൊരു തോന്നൽ എങ്കിലും ഉണ്ടാക്കലാണ് വിശ്വാസ ചികിത്സ. ഐ റിപ്പീറ്റ്, അങ്ങനെയൊരു തോന്നലെങ്കിലും ഉണ്ടാക്കലാണ് വിശ്വാസ ചികിത്സ. രോഗശാന്തി ഉണ്ടാക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ തോന്നലെങ്കിലും നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ടെമ്പററി ആയിട്ടെങ്കിലും ഈ ഒരു മദ്യം തരുന്ന ഒരു ലഹരി പോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പ്ലസിബോ ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആകുമ്പോഴാണ് നമ്മുടെ ശരീരം നമ്മളോട് പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുക. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മുടെ ശരീരം പ്രത്യേകിച്ചല്ലേ വിഷമമൊക്കെ വരുമ്പോൾ നമുക്ക് തലവേദന വരും. ഇമ്മീഡിയറ്റ് നോസിബോ എഫക്റ്റാണ് ഉടനെ വരുന്നത്. ചില ആൾക്കാർക്ക് തലകറക്കം വരും, വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, നമ്മളോട് നെഗറ്റീവായിട്ട് നമ്മുടെ പരിസരങ്ങൾ, ചുറ്റുപാടുകൾ, ആളുകൾ, പ്രകൃതി ഒക്കെ പ്രതികരിക്കുമ്പോൾ നമുക്ക് നൊസീബോ വർക്ക് ചെയ്യും. നന്നായിട്ട് പ്രതികരിക്കുമ്പോൾ പ്ലസീബോ വർക്ക് ചെയ്യും. ഇനി ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഈ വിശ്വാസ ചികിത്സകളിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, വളരെ അറിയുന്നൊരു കാര്യമാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാ മതങ്ങളും, ഒരു മതം എന്നൊന്നുമില്ല, എല്ലാ മതങ്ങളും വളരെ കൃത്യമായിട്ട് ഈ പ്ലസിബോയെ അവർ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് ഈ ടൈറ്റിൽ എഴുതിയ പോലെ ചെങ്കണ്ണ് മുതൽ ക്യാൻസർ വരെ ചികിത്സിച്ച് കളയും പമ്പന്മാർ. ആദ്യത്തെ ഒരു സാധനമാണ് ഉറുക്ക്, ഏലസ്, ചരട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഉറുക്ക്, ഏലസും ചരടും ഒക്കെ
പേടി മാറ്റാൻ, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ. നമുക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, രോഗിക്ക് സാധനം കൊടുത്ത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രോഗി വിശ്വസിക്കും, രക്ഷപ്പെട്ടു, ഐ ആം ദ ഹാപ്പി. എനിക്ക് ഇനി ഒരു പ്രേതവും പിശാചും ഒരാളും എന്നെ തൊടൂല. ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നിന്നെ പിശാച് അത് ബാധിക്കും, നിന്നെ അവൻ ബാധിച്ചിട്ടുണ്ട്, ഇത് ബാധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ പാസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മകളുടെ ശരീരത്തിൽ നിന്നും 1400 പിശാചുക്കളാണ് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. പ്രൈസ് ജീസസ്. ഇങ്ങനെ പറയുന്ന ഇതുപോലെ പിശാച് ബാധ, ആ ബാധ, ഈ ബാധ എന്ന് പറഞ്ഞിട്ട് പേടി മാറ്റാൻ, അത് മാറ്റാൻ, ഇത് മാറ്റാൻ എന്ന് പറഞ്ഞ് ചരടും ഉറുക്കും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. മന്ത്രവാദവും ജ്യോത്സ്യവും. അഗെയിൻ മറ്റൊരെണ്ണം, നമുക്ക് ഐശ്വര്യം വരാൻ 10,000 രൂപ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും? വീട് ഇതാക്കി കഴിഞ്ഞാൽ ഗണപതി ഹോമം നടത്തും. ഹൂം ഗ്രീൻ സ്വാ ഹൂം ഹും, എനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നടത്തുമ്പോൾ നമ്മൾ നമുക്ക് ഐശ്വര്യം കിട്ടും എന്നുള്ള വിശ്വാസം, നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും, നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും, നമ്മൾ ഇടപെടുന്ന രീതി, സമൂഹത്തോടും ലോകത്തോടും എന്തിനോടും നമ്മൾ ഇടപെടുന്ന രീതിയെ നമ്മളത് പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കി തുടങ്ങും. അവിടെയും പ്ലസിബോ വർക്ക് ചെയ്യുന്നു. രോഗശാന്തിക്കായി പൂജകളും ബാധയൊഴിപ്പിക്കലും. ബാധയൊഴിപ്പിച്ച് കൊടുങ്ങല്ലൂരിലൊരു പെൺകുട്ടി മരിച്ചത് ഐ തിങ്ക് ഒരു 2 മാസം മുമ്പേ ആണ് തോന്നുന്നു. മന്ത്രവാദി ഒരു ചവിട്ടേറ്റൊരു മുസ്ലിം പെൺകുട്ടി മരിച്ചത്. രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിൽ ഈ പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും, ഈ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന പല വിശ്വാസികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞാൻ മിണ്ടില്ല. മന്ത്രവാദി പറഞ്ഞിട്ട് ചവിട്ടി കൊന്നാലും ശരി, മിണ്ടരുത്. വിശ്വാസത്തിൻ്റെ കാര്യമാണ്, ദൈവത്തിൻ്റെ കാര്യം, അതിലൊന്നും തൊട്ട് കളിക്കണ്ട. ഉസ്താദിനൊന്നും പറയണ്ട. ഉസ്താദ് ദൈവത്തിൻ്റെ ആളാ, ഉസ്താദിനെ പറഞ്ഞാളരുത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പ്രസാദം, തീർത്ഥം, സുഗന്ധം, അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്ലസിബോ ഉണ്ടാക്കാനുള്ളൊരു സംഭവമാണ്. പിന്നെ ധ്യാനം കൂടൽ. നമ്മൾ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു സാധനമാണ് ഈ ധ്യാനം കൂടൽ. സൂര്യ ടി വിയിൽ, ഏഷ്യാനെറ്റിലൊക്കെ രാവിലെ ക്രിസ്ത്യൻ മിനിസ്ട്രീസിൻ്റെ ഒക്കെ ഇത് കാണും, പ്രാർത്ഥന, ഫെയ്ത്ത് ഹീലിംഗ് സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. ധ്യാനം കൂടലും ഫെയ്ത്ത് ഹീലിംഗ് ഒക്കെ. എന്താ അതിനകത്ത് പറയുക? വിശ്വാസത്തിൻ്റെ ഒരു ഉന്നത സ്ഥായിൽ, ഒരു ഹൈറ്റിലാണ് നമ്മളെ ഈ സാധനം കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ചിലരൊക്കെ സ്റ്റേജിൽ കയറി വന്നിട്ട്, സാറേ എൻ്റെ ക്യാൻസർ മാറി, ഇന്നലെ വരെ എൻ്റെ വയറ്റിൽ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, അത് കാണാതെ പോയി. എങ്ങനെ കാണാതെ പോയി ഈ സാധനം? ഒന്നുകിൽ പ്ലസിബോ, അല്ല എങ്കിൽ ആക്ടിങ്. അത് ആക്ടിങ് എന്ന് പറയാൻ കാരണം, ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നോക്കിയപ്പോൾ ഒരേ ക്യാരക്ടർ തന്നെ 3 വീഡിയോസിൽ വന്നേക്കുന്ന ഒരു ലേഡി. പൈസ കൊടുത്ത് ഏൽപ്പിച്ചേക്കുക, ഇവിടെ വന്നിട്ട് ഇതാക്കുക. അപ്പോൾ ബാക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കും, അയ്യോ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ജീസസ്, ഇവിടെ ഫലം വന്നു, ആ കുട്ടിയുടെ മുഴ മാറി, എനിക്കെന്താ മാറിക്കൂടാ? എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എന്ത് ഇതാക്കിക്കൂടാ? മറ്റൊരു രസമുള്ളൊരു കാര്യം, ഞാനത് സ്ലൈഡിൽ ഇടാൻ വിട്ടുപോയൊരു കാര്യം. ദേവസ്യ മുല്ലക്കര എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പാസ്റ്ററുണ്ട്, കേട്ടിട്ടുണ്ടോ? ഈ മുല്ലക്കര സാർ എന്തും ക്യൂർ ചെയ്ത് തരും. എന്ത് സാധനവും, എന്ത് വലിയ സാധനമായാലും ക്യൂർ ചെയ്ത് തരും. പക്ഷേ മുല്ലക്കര സാറിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ ഒരു കാര്യം നമ്മൾ മിട്ടുവും, കണ്ണട. സ്വന്തം കാഴ്ച ഫിക്സ് ചെയ്യാൻ ആശാന് പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ ക്യാൻസറും മുഴയും അടക്കമുള്ള വൻ സാധനങ്ങളൊക്കെ മുല്ലക്കര സാറ് തീർത്തു തരുന്നത്. കുർബാന എങ്ങനെയാണ് പ്ലസിബോ ആവുന്നത്? കുർബാന പറയുന്ന കാര്യമുണ്ട്. ഇത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാകുന്നു, നീ അത് സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ ശരീരവും രക്തവും. ഈ സാധനം അകത്തോട്ട് ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അപ്പവും വീഞ്ഞും മാറുമ്പോൾ, അപ്പം സ്വീകരിക്കുന്നവനും സൗഖ്യം ഉണ്ടാവും, രോഗസൗഖ്യം ഉണ്ടാവും. മന്ത്രിച്ചൂതൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് മന്ത്രിച്ചൂതൽ. ഏതിനും മന്ത്രിച്ചൂതും അല്ലേ? എന്ത് സാധനത്തിനും മന്ത്രിച്ചൂതും. ഇതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടൊരു വിവരമില്ലാത്തതുകൊണ്ട് ഞാനൊരു സുഹൃത്തിനെ ഫോൺ ചെയ്ത് ചോദിച്ചാണ് ഈ മന്ത്രിച്ചൂതലിൻ്റെ രഹസ്യം ഞാൻ ഇതാക്കിയത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗിയുടെ അടുത്ത് ചെല്ലുക, ചെന്നിട്ട് ആർക്കും ഖുറാനിൽ, ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ, ഹിന്ദുക്കളിലും ഉണ്ട് കേട്ടോ അത്, മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിയാക്കന്മാർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ആരും ചെയ്താൽ മതി. പക്ഷേ ഒരു വിശ്വാസത്തിന് വേണ്ടി മുസ്ലിയാക്കന്മാരും ചെയ്തു. ഖുറാനിലെ ഖുറാൻ തന്നെ മരുന്നാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു മന്ത്രി ചൂതിയിട്ട് പിന്നെ എന്ത് സാധനങ്ങളും മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഉറുക്ക് പിന്നെ സുഖപ്രസവം ഉണ്ടാവാൻ, ഡിപ്രഷൻ മാറാൻ, വിഷാദരോഗം മാറാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് സംസം ജലം. സംസം ജലത്തിന് ആദ്യകാലത്തൊക്കെ വലിയ ഒരു ഹൈപ്പൊക്കെ കൊടുത്തുണ്ടെങ്കിലും ഇപ്പം വലിയ സാധനമൊന്നും കാണുന്നില്ല. സംസം കുടിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. സംസത്തിൻ്റെ കഴിഞ്ഞ വർഷം ഒരു ഫ്രാൻസിലെ ഒരു ലാബറട്ടറി ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഹൈ ലെവൽ ഓഫ് ആർസനിക്കും ഹൈ ലെവൽ ഓഫ് മെറ്റൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെയുള്ള ടെസ്റ്റുകളിലൊന്നും അത് വന്നിട്ടില്ല. കാലാകാലങ്ങളായിട്ട് പിന്നെ പക്ഷേ ആ റിപ്പോർട്ട് പിന്നെ പൂഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി പിന്നെ ഫോളോ അപ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതും ഒരുപോലെ പറഞ്ഞ ഈ രോഗങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടർ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ നമ്മൾ വിശ്വാസികൾ അങ്ങനെ ടെമ്പററി ആയിട്ട് മാറാൻ പറ്റുന്നതൊക്കെ അങ്ങനെ അങ്ങ് മാറ്റിവെക്കും. ബാക്കി സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് നേരെ വിളിക്കും, ഡോക്ടറെ മെഡിക്കൽ കോളേജിൽ പോകണം. ആ നിലവിളി ശബ്ദം വിട്ടു. അടുത്ത പ്ലസിബോ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ആൾദൈവങ്ങൾ. വള്ളിക്കാവിലെ കെട്ടിപ്പിടുത്തം ചെയ്യുന്ന ആ ദേവി വളരെ സുന്ദരമായിട്ടാണ് പ്ലസിബോ ഉപയോഗിക്കുന്നത്. കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, മകനെ മകളെ എന്ന് വിളിക്കുക. ഇതുപോലെ നമുക്ക് വാത്സല്യം കിട്ടുന്ന, സ്നേഹം കിട്ടുന്ന, ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം വേറെ ഇല്ല. അവിടെയും പ്ലസിബോ ആണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ. നമുക്ക് ഭയങ്കര ആനന്ദമാണ്. നമ്മളെ മനസ്സിലും ശരീരത്തിനും നമ്മളെ പ്രവൃത്തികളിലും ജോലിയിലും ഒക്കെ നമുക്ക് സന്തോഷം വരും. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ പ്രസാദം വിഭൂതി. ഹൈദരാബാദ് പുട്ടപർത്തിയിലെ ബാബയുടെ സ്പെഷ്യാലിറ്റി ഇതായിരുന്നു, മാജിക്കും വിഭൂതിയായിരുന്നു. വിഭൂതി കഴിച്ചിട്ട് രോഗം മാറും, ശാന്തി കിട്ടും, ഐശ്വര്യം കിട്ടും. ഇതൊക്കെയാണ് സംഭവം. അനുഗ്രഹം, യന്ത്രങ്ങൾ. പിന്നെ ഇത്തരം ആൾക്കാർ മരുന്നുകൾ കൊടുക്കും. ഇപ്പോൾ പുതിയൊരു സ്വാമി ഇറങ്ങിയിട്ടുണ്ട്, അയാൾ മരുന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അയാൾ പക്ഷേ ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. ബാബ രാംദേവ് ആ രീതിയിൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞോളൂ. അടുത്തൊരു സാധനം ഇത് നോക്കിയോ, വിശ്വാസത്തിൻ്റെ ഏറ്റവും വിശ്വാസം ഞാൻ ഒരു തരത്തിൽ വരെ ഹൈപ്പ് ചെയ്യുകയാണെന്ന് തോന്നും. ത്വബീബുൽ അഹ്ലം അബ്ദുൽ ഹക്കീം ഡോക്ടർ ദർഗാ ഷെരീഫ് എല്ലാ രോഗങ്ങളും സ്വപ്നത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന മഹാൻ. ഇത് നമ്മുടെ ഇന്ത്യയിലാണ്, മലയാളത്തിലും തമിഴിലും എഴുതിയേക്കുന്നത് അല്ലേ. എല്ലാ രോഗങ്ങളും സ്വപ്നത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന മഹാനെ പിന്തുടരാനും ആൾക്കാരുള്ള നാട്ടിൽ ഇത്തരം പ്ലസീബോകളും ഇത്തരം തട്ടിപ്പുകളും വർക്ക് ചെയ്യുന്നതിൽ എന്താ അത്ഭുതം. ഇയാൾ ഈ ബോർഡ് വെച്ചിട്ട് ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം പോലും ഇയാൾ കുടുങ്ങിയിട്ടില്ല. ഇയാൾ തമിഴ് ചാനലുകളിൽ TV വരാറുണ്ടോ? സ്വപ്നത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന മഹാൻ. പ്ലസിബോ മറ്റൊന്നുമല്ല. ഈ പ്ലസിബോ അല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ ചികിത്സിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ, ഞാനൊരു മലപ്പുറത്ത് ഉണ്ടായ ടെറ്റനസ്, ഡിഫ്തീരിയ മരണങ്ങളെ കുറിച്ച് ആ മരിച്ച കുട്ടികളുടെ അമ്മമാരുടെ ഒരു ഡയലോഗ് കൂടെ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിതിവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൂടെ ഈ ഒരു വിഷയത്തിൻ്റെ അതുകൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ചികിത്സിക്കും, വിശ്വാസത്തിൻ്റെ പേരിൽ പലതരം കള്ള ചികിത്സകൾ, അശാസ്ത്രീയമായ ചികിത്സകൾ നമ്മൾ ചെയ്യും. അതേ വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ നമ്മൾ ചികിത്സ ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പുറത്ത് നാളെ ഇതേ വേദിയിൽ മറ്റൊരു വിഷയം നടക്കുന്നുള്ളതാണ്. ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അവസാനമായി എനിക്ക് പറയാനുള്ളത്, വിശ്വാസം അതല്ല എല്ലാം എന്ന നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. വിശ്വാസം നമുക്കെല്ലാം കിട്ടുന്നു, നമുക്കത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഡോക്ടർ സൗഖ്യം തരുന്നു, ദൈവം സൗഖ്യം തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. പറ്റിക്കാൻ എളുപ്പമാണ്. പറ്റിക്കപ്പെടാൻ റെഡിയായി നിൽക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്നു കൊടുക്കണോ എന്നൊരു ചോദ്യം നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം കേട്ടു നിന്നവർക്ക് നന്ദി. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം. പിന്നെ പ്ലസിബോയും ലോ ഓഫ് അട്രാക്ഷനും ഒന്നാണോ? പ്ലസിബോവും ലോ ഓഫ് അട്രാക്ഷനും ഒന്നല്ല. പ്ലസിബോ എന്ന് പറയുന്നത് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്ന വ്യാജ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മുടെ ശരീരം പിന്നെ നമ്മളെ ഹീല് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് യുഫോറിയ അല്ലെങ്കിൽ സന്തോഷം തരുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ രോഗം മാറ്റുന്ന അവസ്ഥയാണ് പ്ലസിബോ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ലോ ഓഫ് അട്രാക്ഷനിൽ അപ്പം തെറ്റുണ്ടോ, ശരിയാണോ? ഏതാ അട്രാക്ഷൻ തെറ്റാണോ ശരിയാണോ? ഏത് കോണ്ടെക്സ്റ്റിലാണ് ലോ ഓഫ് അട്രാക്ഷൻ? പലപ്പോഴും ശരിയായി വരാറുണ്ടല്ലോ.
നമ്മൾ എന്തൊക്കെയാണ് വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ഫോൺ ചെയ്യാൻ വിചാരിക്കുന്ന ആൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ യാദൃശ്ചികത, അതായത് വളരെ വളരെ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കണം തോന്നുമ്പോൾ നമ്മൾ റേഡിയോയിൽ അതേ പാട്ട് കേൾക്കുക, അയ്യോ അല്ലേ, അങ്ങനെയുള്ള അവസ്ഥയല്ലേ ഉദ്ദേശിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് മീനിങ് ഉണ്ട്. ഇപ്പോൾ സീക്രട്ട് എന്നുള്ള ബുക്കിൽ, സീക്രട്ട് വായിച്ചു, ഏതാ സീക്രട്ട് എന്നുള്ള ബുക്ക് ഉണ്ടല്ലോ, അതിൽ ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല, അത് ഞാൻ വായിച്ചിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ പ്ലസിബോ ആയിട്ട് ഈ ഒരു ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വിഷയം എന്ന് പറയുന്നത് പ്ലസിബോ എഫക്റ്റും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. പ്ലസിബോ എഫക്റ്റ് ചികിത്സയുടെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് അറിവില്ല. പ്ലസിബോ എന്നൊരു ഇഫക്റ്റ് ഉണ്ട്. ഈ വിശ്വാസ ചികിത്സ പോലെ അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് അത് തട്ടിപ്പല്ലാതെ അത് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താമോ മനുഷ്യന്? ഉപകാരപ്പെടും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ സയൻസിന് പ്ലസിബോയെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലസിബോയെ ക്വാണ്ടിറ്റേറ്റ് ചെയ്യാനായിട്ടും പ്ലസിബോയെ അളന്നെടുക്കാനായിട്ടും പറ്റിയിട്ടില്ല. സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലസിബോയെ കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പ്ലസിബോയുടെ എഫക്റ്റ് ഇത്രയുണ്ട് എന്നുള്ള പറഞ്ഞാൽ ഇപ്പോൾ ഒരു പനിക്ക് പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ 10ൽ ഇത്ര രോഗികൾക്ക് അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ പനി മാറുന്നുള്ളത് പോലെ പ്ലസിബോ എല്ലാ രോഗികളിലും മാറണമെന്നില്ല. കാരണം എന്താ, പ്ലസിബോ ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിരിക്കും പ്ലസിബോ തരുന്ന റിസൾട്ട്സ്. അതുകൊണ്ട് തന്നെ പ്ലസിബോ തരുന്ന റിസൾട്ട്സിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു പോസിറ്റീവായിട്ട് സാധനമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആസ് ഓഫ് നൗ ഇപ്പം നമുക്ക് കഴിയില്ല. അതിനൊരു ഒരു സ്കെയിലായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. എൻ്റെ സംശയം ഇതാണ്, ആധുനിക വൈദ്യശാസ്ത്രം പ്ലസിബോയെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. 2, ആധുനിക വൈദ്യശാസ്ത്രം നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ഈ വേള ഒന്ന് വിചിന്തനം നടത്തേണ്ടതില്ലേ? ഉണ്ട്. തട്ടിപ്പ് എന്ന് പറയുന്നത് ഏത് ലെവലിലാണ് തട്ടിപ്പ്? ഒരു മിനിറ്റ്, എന്ത് തട്ടിപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്? മരുന്നിൻ്റെ പരീക്ഷണം, അത് മരുന്ന് പരീക്ഷണം മനുഷ്യരിൽ പരീക്ഷിക്കുന്നത്, എത്രയോ മരുന്നുകൾ കൊടുക്കുന്നത്, ആവശ്യമില്ലാത്ത കൊടുക്കുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ICUയിൽ കയറ്റിയിട്ട് ഇത്രയും മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പിൻവാതിലൂടെ കയറാതെ പോകുന്നത് വളരെ 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 അധികം. ഓക്കെ, ചോദ്യം എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിലും ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. തട്ടിപ്പുകൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഏത് സാധനം എടുത്താൽ, എത്ര നല്ല സാധനം എടുത്താലും അതിനകത്ത് കള്ളന്മാരില്ലേ? ആധുനിക വിശ്വാസത്തിൻ്റെ കാര്യത്തിലെടുത്താൽ കള്ളന്മാരില്ലേ? എന്ത് കാര്യത്തിലെടുത്താലാണ് ഒരു എന്താ പറയുക, നമുക്ക് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആർത്തി. ഈ ആർത്തിയുടെ പ്രതിഫലനം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ICUയിൽ ഒരു ദിവസം കിടത്തേണ്ട കേസിന് 4 ദിവസം കിടത്തിയിട്ട് പൈസ പിടുങ്ങുന്ന കേസ്. മറ്റൊരുന്ന് ഇങ്ങനെ ഓരോ മരുന്ന് പരീക്ഷണത്തിനോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ തട്ടിപ്പെന്നുള്ള രീതിയിൽ എനിക്ക് യോജിപ്പില്ല. കാരണം മരുന്ന് പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ചില സ്ഥലത്ത് സമ്മതമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത് പേഷ്യൻറ്റിൻ്റെ, അതായത് രോഗിയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടിയും എന്നെ പരീക്ഷണത്തിന് വിധേയനാക്കിക്കൊള്ളൂ എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടിയും എഴുതി കൊടുത്ത അതിൻ്റെ പെർമിഷനോട് കൂടിയാണ്. ഹലോ, ഇത് പെട്ടെന്ന് തീർക്കാം. പിന്നെ അലോപ്പതിയിൽ ഇവിടെ പറയുന്നത് ഉപവാസം ശരീരത്തിന് ഗുണകരമാണോ? നോമ്പ് നോൽക്കുന്നത് അസുഖം വരുന്നത് തടയും എന്ന് പറയുന്നു. ഉപവാസം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി പോലെ. ഞാൻ 2 ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ട സമയമില്ല, അത് തീർത്തേ പറ്റുള്ളൂ. ഉപവാസം നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഒരു മുസ്ലിം കോണ്ടെക്സ്റ്റിലാണെന്ന് ചോദിച്ചതെന്ന് തോന്നുന്നു. ഉപവാസം എന്ന് പറയുന്ന സാധനം, ഉപവാസം സയൻറ്റിഫിക്കലി ഉപവാസം കൊണ്ട് ഈ പ്ലസിബോ തരുന്നൊരു റിസൾട്ട് അല്ലാതെ മറ്റ് റിസൾട്ടുകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഒരു പകൽ മുഴുവൻ വിശന്നിരിക്കുകയും നമ്മുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മുഴുവൻ വർക്ക് ചെയ്ത് നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളെ മുഴുവൻ വീക്കൻ ചെയ്യുകയാണ് ഉപവാസം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഉപവാസം കഴിഞ്ഞ ഉടനെ മൊമെൻറ്റിൽ നമ്മൾ തുടങ്ങും അപ്ലോഡിങ് തുടങ്ങും, വലിയ ഡോസിൽ കാര്യങ്ങൾ തുടങ്ങും. ഉപവാസം ശരിക്കും നമ്മുടെ ശാരീരിക അവസ്ഥയെ നമുക്ക് സന്തോഷം തരുമെങ്കിലും ഫുഡ് കഴിക്കുന്ന മൊമെൻറ്റിലുള്ള സന്തോഷവും ഒക്കെ കിട്ടുമെങ്കിലും ലോങ് റണ്ണിൽ നമുക്ക് ഏറ്റവും അധികം ദോഷങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അടുത്തത്, പൊറോട്ടക്കും മൈദക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ലേ?
ഇത് പൊറോട്ടക്കും മൈദയുടെ ഒരു സംഭവം പിന്നെ ഈ പ്രകൃതി ചികിത്സക്കാർ കൊണ്ടുവന്നൊരു സാധനമാണ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ റേഷണലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സയൻറ്റിഫിക് സ്റ്റഡീസിനെ തന്നെയാണ്. ഒരാൾ എനിക്ക് ഇതിന് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കഞ്ചേരിയും കൂട്ടുകാരൊക്കെ ചെയ്യുന്നതാണ്, ആൾക്കാരെ അങ്ങ് പേടിപ്പിക്കും. ഇതിന് പ്രോബ്ലം ഉണ്ട്, അതിന് പ്രോബ്ലം ഉണ്ട്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. അതല്ല, സയൻസ് എന്ത് പറയുന്നു എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. അങ്ങനെ ഒരു ക്ലിനിക്കലായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടോ സ്റ്റഡീസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. അലോപ്പതി എന്ന വാക്ക് മോഡേൺ ചികിത്സയെക്കുറിച്ച് കളിയാക്കി എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അലോപ്പതി എന്ന വാക്ക് മോഡേൺ ചികിത്സയെ കളിയാക്കി എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഡോക്ടർ ഹാനിമാൻ ഉപയോഗിച്ചൊരു ടെർമിനോളജിയാണ്. പുള്ളിയുടെ ചികിത്സാ രീതിക്ക് ഹോമിയോപ്പതി എന്നും അലോപ്പതി ഇതൊരു ഇതെന്ന് പറഞ്ഞ് കളിയാക്കാൻ ഉപയോഗിച്ചത്. നമ്മൾ പക്ഷേ എപ്പോഴും ഉപയോഗിക്കുക അലോപ്പതി മരുന്നെന്നാണ്. പക്ഷേ ബേസിക്കലി ഉപയോഗിക്കേണ്ടത് മോഡേൺ മെഡിസിൻ എന്നാണ്. അലോപ്പതി എന്ന് പറയുന്നത് ഹോമിയോക്കാർ മോഡേൺ മെഡിസിനെ കളിയാക്കാൻ ഉപയോഗിച്ചൊരു ടേമാണ്. അത്രയേ ഉള്ളൂ അതിന് മീനിങ്. ഒരു ചോദ്യം കൂടെ. എനിക്ക് ചില വിയോജിപ്പാണ് തോന്നുന്നത്. ഒന്ന് പ്രകൃതി ചികിത്സ കൊണ്ട് കുറേ ഫലം കിട്ടുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ தெரிஞ்சிട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളതാണ്. ആദ്യം ഒക്കെ കാര്യമായി പ്രകൃതിയിൽ വിശ്വസിക്കുന്നില്ല. അത് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അസുഖം വരുന്നുണ്ട്, എന്ത് ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു നേരം പട്ടിണി എടുക്കുക, ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുക, അങ്ങനെയുള്ള ശൈലി ഇന്ന് കാര്യമായി എനിക്കൊരു രോഗമുണ്ട്, പാർക്കിൻസൺസ് രോഗിയാണ് ഞാൻ. പക്ഷെ മറ്റൊരു രോഗം ഇതുവരെ ജലദോഷം പോലും പിടിക്കാൻ എനിക്ക് കുറവാണ് ഈ കാലം വരെ ആയിട്ട്. കാര്യമായിട്ട് ഈ പ്രകൃതി ശൈലിയാണ് അതിനെ ഭക്ഷണം കൊണ്ട് നിയന്ത്രിക്കുക. അല്ല, ഇതൊരു ചോദ്യമാണ്. ഇപ്പോൾ ചോദ്യോത്തരമല്ലേ? എനിക്ക് പിന്നെ താങ്കളുടെ അനുഭവമല്ല, ചോദ്യങ്ങൾ എന്തെങ്കിലും അത് ചോദിക്കുക. കാരണം അത് നിങ്ങളെ വ്യക്തിപരമായ അനുഭവം അത് ഏത് ലെവലിൽ നിങ്ങളെ പിന്നെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് എന്നോട് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളെ അനുഭവം അല്ല. പിന്നെ അലോപ്പതിയിൽ ഗുളികയുടെ കളറിനടക്കം പ്ലേസിബോ എഫക്റ്റിൻ്റെ പല ഗുണം ചെയ്യുന്നില്ലേ? എങ്ങനെ പ്ലേസിബോ എഫക്റ്റ് ഗുളികയുടെ കളർ നിശ്ചയിക്കുന്നതിലടക്കം പിന്നെ ഈ പ്ലേസിബോ എഫക്റ്റ് ഉപയോഗിക്കുന്നില്ലേ? ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഉണ്ട്. ഗുളികയുടെ നിറം കാരണമാവുന്നുണ്ട്, മണം കാരണമാവുന്നുണ്ട്, ഗുളികയുടെ സൈസ് കാരണം ഓരോ ഗുളികയുടെ സൈസുകൾ പോലും പ്ലേസിബോ എഫക്റ്റിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാൻ ഒരു അഭിപ്രായം മാത്രം പറയുന്നു. സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം, എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞു. അതായത് ഈ രണ്ട് ചികിത്സകളും തമ്മിലുള്ള വ്യത്യാസം, തട്ടിപ്പ് നടക്കണില്ലെന്ന് ഷാവുൽ ചോദിച്ചു. തട്ടിപ്പ് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. പല ആളുകളെയും കൊണ്ടുപോയി ICUയിൽ വയ്ക്കുന്നുണ്ട്, പൈസ കൂടുതൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സത്യമുണ്ട്, 10,000 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ എങ്കിലും നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുന്നുണ്ട്. പക്ഷേ ഹോമിയോ പ്രകൃതി ചികിത്സ മുതലായ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്ന ആളുകൾക്ക് പൈസ പോകുന്നതല്ലാതെ യാതൊരു പ്രയോജനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഞാനത് അഗ്രി ചെയ്യുന്നു. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നിങ്ങൾ പറഞ്ഞ അവിടെ സൂചിപ്പിച്ച മറ്റൊരു സംഗതി, ആ രക്തം എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഇവിടെ നമ്മുടെ ഈ മേഖലയിൽ അറിയപ്പെടുന്ന കൊമ്പുവയ്ക്കൽ ചികിത്സയാണ് ഒരു. ഓക്കെ, ആ കൊമ്പുവയ്ക്കലിൻ്റെ ടേം ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അതൊന്ന് ഞാൻ ആഡ് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നാച്ചുറോപ്പതി തുടങ്ങി. ഇപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻറ്റിന് ഒരാൾ മിനിമം 75,000 എങ്കിലും പോകും. ഒരു ഓപ്പറേഷന് ഇപ്പം 10 മുതൽ 30 വരെ 35 വരെയൊക്കെ ചിലവുള്ളൂ. പക്ഷേ നാച്ചുറോപ്പതിക്ക് ചികിത്സിച്ചാൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി 75,000 രൂപയെങ്കിലും കയ്യിൽ നിന്ന് പോയി കിട്ടും. അതുകൊണ്ട് തന്നെ നാച്ചുറോപ്പതിക്ക് പിന്നാലെ പോകുന്ന കാശുള്ളവരാണ് ഇപ്പോൾ തൽക്കാലം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിലുള്ള അന്ധവിശ്വാസികളും ഓടി തുടങ്ങും. ഇവിടെ പറഞ്ഞപ്പോൾ മൈദ അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നത് കൊണ്ട് അസുഖമൊന്നും വരില്ല എന്നുള്ളത് ശരിയാണ്, മൈദയ്ക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ മനോരമ ന്യൂസ് ചാനലിൽ കേരള ക്യാർ എന്ന് പറഞ്ഞിട്ട് ക്യാൻസറിനെതിരെ ഒരു പഠനം എന്നൊക്കെ പറഞ്ഞാൽ ഓൺകോളജി സ്പെഷ്യലിസ്റ്റ് തന്നെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പഠനം നടത്തിയിട്ട് കേരളത്തിലെ റെക്ടം ക്യാൻസർ എന്തോ പറഞ്ഞു, ഈ ഗുദത്തിൻ്റെ പടം വരുന്നൊരു ക്യാൻസർ, ഇത് ഈ ആഹാരം കഴിക്കുന്ന മൂലമാണെന്ന് കുറേ പറയുന്നുണ്ട്. ഇതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ പൊറോട്ട നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വളരെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പഠനം വന്നിട്ടുണ്ട്. പഠനം ഇല്ലയെന്നാണ് പറഞ്ഞത്, പഠനം വന്നിട്ടുണ്ട്. ഇത് മറികടക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനോരമ ന്യൂസ് ചാനലിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഹോമിയോപ്പതിയിലെ മറ്റ് പല ചികിത്സകളുണ്ടാവാം, അത് ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ
ഈ വാർസ്റ്റ് പോലെയുള്ള നമ്മുടെ ശരീരത്തിൽ കാണുന്ന വൈറസ് ആയിട്ട് ജനിപ്പിക്കുന്ന സാധനങ്ങളിൽ ചില അവർ തരുന്ന അവരുടെ ഹോമിയോപ്പതിക്ക് എന്ന് പറഞ്ഞ് തരുന്ന അതിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അത് ഉപയോഗിക്കുമ്പോൾ ഗുണം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കിന്നിൽ വരുന്ന ചില രോഗങ്ങൾക്ക് ഹോമിയോ എന്ന് പറഞ്ഞ് തരുന്ന മരുന്ന്, ഹോമിയോ തന്നെയാണെന്ന് എനിക്കറിയില്ല, ഹോമിയോ എന്ന് പറഞ്ഞ് തരുന്ന മരുന്ന് കൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട്. അതാണ് നിങ്ങൾ തന്നെ എൻ്റെ അത് ഉത്തരം പറഞ്ഞു. ഹോമിയോ എന്ന് പറഞ്ഞു തരുന്ന മരുന്ന് ഹോമിയോ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. കഴിക്കുന്നേ അത് തന്നെ പറഞ്ഞത്. ഏതാ? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെയൊക്കെ ഈ ഹോമിയോടെന്ന് പറഞ്ഞാൽ ഹോമിയോ ഇപ്പം മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് പോലെ പരീക്ഷണ നിരീക്ഷണങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ജെയിംസ് റാൻഡി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഒരു യുക്തിവാദിയുണ്ട്. അങ്ങനെ $10 മില്യൺ ഇത് പ്രഖ്യാപിച്ചിരുന്നു ഹോമിയോക്കെതിരെ പോലും. ഒരൊറ്റ ഹോമിയോ ഡോക്ടറും ജെയിംസ് റാൻഡിയുടെ സമ്മാനം മേടിക്കാൻ വന്നിട്ടില്ല. എന്താ കാര്യം? അത് സയൻറ്റിഫിക്കലി തെളിയിക്കാൻ സാധ്യമല്ല എന്നത് തന്നെ. അതേസമയം മോഡേൺ മെഡിസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സയൻറ്റിഫിക്കലി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കൃത്യമായിട്ട് നോക്കാം. ഇപ്പോൾ നേരത്തെ പൊറോട്ടയുടെ കാര്യം പറഞ്ഞു. പൊറോട്ടയുടെ നമ്മൾ ഈ സാമ്പിളിംഗ് സ്റ്റഡിയിലൊക്കെ ഉള്ളൊരു പ്രശ്നം അത്. അപ്പോൾ സാമ്പിളിംഗ് സ്റ്റഡിയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ യൂസിനെ പറ്റി ഒരു സംഭവം ഉണ്ടല്ലോ. ചർച്ച ഇത് നീട്ടിക്കൊണ്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘാടകർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തിക്കോളാം. വെളിച്ചെണ്ണയുടെ ഒരു കാര്യം, വെളിച്ചെണ്ണ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുന്നു കണ്ടെത്തി. അതായത് കൊളസ്ട്രോൾ കൂടും, LDH കൂടും. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുള്ളത് LDH കൂടും, HDL നല്ല കൊഴുപ്പും കൂടും, ചീത്ത കൊഴുപ്പും കൂടും. പക്ഷേ കേരളത്തിലെ തീരദേശ മേഖലകളിലൊക്കെ വെളിച്ചെണ്ണ ഏറ്റവും അധികം കൂടെ ഇതാക്കുന്ന ഏരിയകളിലൊന്നും ഹാർട്ട് അറ്റാക്കുകളോ അല്ലെങ്കിൽ കൂടുതൽ രീതിയിലുള്ള കൊളസ്ട്രോൾ ഇഷ്യൂസോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതാ പറഞ്ഞ ഈ സാമ്പിളിംഗ് സെറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊറോട്ടൻ്റെ കാര്യത്തിലായാലും തന്നെ ഒരു വളരെ ചെറിയ ജനവിഭാഗമോ അല്ലെങ്കിൽ വളരെ കുറച്ചുള്ള സാമ്പിളിംഗ് സെറ്റിൽ അകത്ത് നടക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾ, അതായത് ട്രയൽസ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, അത് കൃത്യമായി കൊള്ളണം എന്നില്ല. ഇതുപോലെ ഡ്രഗ് ട്രയലിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ ഒരു മരുന്ന് അമേരിക്ക ടെസ്റ്റ് ചെയ്യുമ്പോൾ അതേ മരുന്ന് അത് ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും ഒരേ സമയം ടെസ്റ്റ് ചെയ്യും. എന്നാലും മാത്രമേ എല്ലാ ജനവിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് എഫിക്കസി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് ആക്സെപ്റ്റബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൊറോട്ടയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും അതൊരു കോൺട്രവേഴ്സി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. മൈദയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സാധനം അധികം കഴിച്ചാലും പ്രശ്നമാണ്. പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് മൂന്നെണ്ണത്തിന് വരെ 10 കഴിച്ചാൽ സ്വാഭാവികമായിട്ടും അധികമായാൽ അമൃതം വിഷം. അത്രേ ഉള്ളൂ. ഓക്കെ, നന്ദി. ഓക്കെ.